മുസ്തഫ ഉളഹിയ്യത്തിനെ സംബന്ധിച്ച് വല്ലാതെ വാദാരാതെ പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? കുടുംബത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അവരെ സഹായിക്കാം. ഇതാണ് പോലും ഉളുഹിയ്യത്ത്. ഇസ്ലാമിൽ ഒരുപാട് സംഗതികളുണ്ട്. മനുഷ്യൻ്റെ ദാനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ത്യാഗവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ ചിലത് നേർക്കുനേരെ ചെയ്യേണ്ടതാണ്, മറ്റു ചിലത് കൂട്ടായി ചെയ്യേണ്ടതാണ്. ഇനി ചില സംഗതികൾ ഈ ത്യാഗത്തിൻ്റെ സൂചന എന്നുള്ളവർക്ക് പ്രതീകാത്മകമായിട്ട് ചെയ്യേണ്ട സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സ്വയം സമർപ്പണം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്തഫ പറഞ്ഞത് ഫസല്ലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞാൽ വൻഹർ എന്ന് പറഞ്ഞാൽ സ്വയം സമർപ്പിക്കാനാണ്. അറബി ഭാഷയിൽ നഹറ എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം തന്നെ ഇല്ലാണ്ടാണ് വസ്തുത. കാരണം ഏതൊരു മുസ്ലിമും അയാൾ മുസ്ലിം ആവുന്നതോടുകൂടി അയാൾ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് മാത്രം സ്വയം സമർപ്പിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ തന്നെ അയാളെ അള്ളാഹുവിന് സമർപ്പിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ആ മനുഷ്യനോടാണ്, അങ്ങനെ സ്വയം സമർപ്പിച്ച മനുഷ്യനോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നീ ബലി നൽകണം. ഈ ബലി നൽകണം എന്ന് പറയുന്നത് കാശ് കൊടുക്കലല്ല. അത് ലോകത്താരും അങ്ങനെ പറയില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ആ സംഗതികളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആൻ അംഗീകരിക്കേണ്ടത് താനാണല്ലോ മുസ്തഫ വീമ്പൾക്കാറുള്ളത്. എങ്കിൽ സൂറത്ത് ബഖറയിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദിയ് എന്നവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് പോവാൻ സാധ്യമാവാതെ ഉപരോധിക്കപ്പെട്ടാൽ സാധ്യമായിട്ടുള്ള ഹദിയ് ബലി നൽകണം. അവിടെ ബലി പറഞ്ഞാൽ ഹദിയ എന്ന് പറഞ്ഞാൽ മൃഗത്തെ ബലി നൽകണമെന്നാണ് പറയുക. അല്ലാതെ മറ്റേതിന് ഹദിയ എന്ന് പറഞ്ഞിട്ട് പാരിതോഷികം കൊടുക്കണതിന് ബലി എന്ന് പറയില്ല. ഹദിയും ഹദിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതിനെ തൊട്ടുടനെ പറഞ്ഞത് ഫമൻ തമത്താബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. ഹജ്ജ് വരെ ഒരാൾ ഉംറ ചെയ്തിട്ട് ആ ഉംറയിൽ നിന്ന് തഹല്ലുലായിട്ട് പോവുകയാണെങ്കിൽ അയാൾ അവിടെ ഹദിയ നൽകണമെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും സൂറത്ത് ബഖറയിലാണുള്ളതെങ്കിൽ സൂറത്ത് ഹജ്ജിൽ ഇതിനേക്കാൾ വ്യക്തമായിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഖുർആൻ പറഞ്ഞത് മനുഷ്യർക്ക് ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാമാ യുത്ല അലൈക്കും. നിങ്ങൾക്ക് ഇനി ഓതി കേൾപ്പിക്കാൻ പോകുന്ന ഒരു സംഗതി വരാണ്ട്, ഇപ്പോൾ വന്നിട്ടില്ല. ആ ഓതി കേൾപ്പിക്കാൻ പോകുന്നതിൽ പറയുന്നതല്ലാത്ത മറ്റ് കാലികളൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആം. ഇവിടെ ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകങ്ങൾക്കാണ് സാധാരണ ഇത് പറയാം. ഇവിടെ ഉഹില്ലത്തിലക്കും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ പാല് കുടിക്കാമെന്നാണോ? അല്ലെങ്കിൽ അതിനെ പോറ്റി വളർത്തൽ അനുവദനീയമാണെന്നാണോ? അല്ലാണ്ടുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ അനുവദിക്കപ്പെടുന്നത് അതിൻ്റെ മാംസം തിന്നാനാണ്. മാംസം അതിനെ അറുക്കുക. അപ്പോൾ അള്ളാഹുവിന് ബലിയുടെ ആവശ്യമില്ല എന്നാണ്, അതായത് മാംസം രക്തമൊന്നും ആവശ്യമില്ല എന്നാണ് മുസ്തഫാദിന് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ അല്ല, അതിനല്ലല്ലോ ഇവിടെ അറിവ് നടത്തുന്നത് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ബലിയിൽ ഇത് ക്രൂരതയാണ്, എന്നാൽ മാംസം തിന്നാൻ വേണ്ടി ക്രൂരതയല്ല എന്നാണോ മുസ്തഫ പറയുന്നത്? ബലിയാകുമ്പോഴും അതിനെ അറുക്കുകയാണ് ചെയ്യണത്, മാംസത്തിന് വേണ്ടി ആകുമ്പോഴും അറുക്കുക ചെയ്യണത്. ഒന്ന് ക്രൂരതയും മറ്റത് അക്രൂരതയുമാകുന്നത് എങ്ങനെയാണ്? അത് വ്യക്തമാക്കേണ്ടത് മുസ്തഫയെ പോലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ മുസ്തഫയാണ്. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താ? മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഫകുലൂ മിൻഹ, ആ മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിന്നാം. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിന്നാമെന്ന് പറഞ്ഞാൽ എന്ത് തിന്നതിനെ പറ്റിയാണ് പറഞ്ഞത്? മൃഗങ്ങൾ മൂത്രമൊഴിച്ചത് കുടിക്കാമെന്നോ അല്ലെങ്കിൽ അവ ചാണകം എടുത്ത് തിന്നാമെന്നോ എന്നല്ലല്ലോ. അതിൻ്റെ മാംസം തിന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല ഫകുലൂ മിൻഹ വഅതിമുൽ ബാഇസ് അൽ ഫഖീർ, ബായിസ് ദുരിതമനുഭവിക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളത് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ് പിന്നെ അവിടെ ഖുർആൻ പറഞ്ഞത്. ഇത് പൈസ കൊടുക്കലാണോ? ഒരാളെ സഹായിക്കലാണോ?
അതോ മാംസം കൊടുക്കലാണോ? മൃഗത്തെപ്പറ്റി പറഞ്ഞതിൻ്റെ ശേഷം അതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പിന്നെ പ്രയാസം അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും ഒക്കെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത് തിന്നാൻ കൊടുക്കുകയും ചെയ്യാറിനാൽ എന്താ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? താൻ ഖുർആൻ അംഗീകരിക്കുന്നു, ഖുർആന് ബലി അംഗീകരിക്കില്ല എന്ന് കള്ളം പറഞ്ഞിട്ട് ഖുർആനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ ഇവിടെ ഒക്കെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ, പിന്നെയും അവിടെ പറയണത് എന്താ? വൽ ബുദിന ജഅൽനാഹാ ലക്കും ഫിഹാ ഫിഹാ ഖൈർ. നിങ്ങൾക്ക് അള്ളാഹു ഒട്ടകത്തെ അനുവദിച്ച് തന്നിട്ടുണ്ട്. വൽ ബുദിന ജഅൽനാഹാ ലക്കും. ഈ ഒട്ടകത്തെ എന്തിനാ അനുവദിച്ചെന്നു? അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയെന്നാണോ? അല്ലെങ്കിൽ ഇങ്ങനെ വളർത്താനെന്നാണോ? അതിൻ്റെ പാൽ കുടിക്കാനെന്നാണോ? അല്ല. അവിടെയും ആ ഒട്ടകത്തെ ബലി നൽകുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് തൊട്ട് ഉടനെ പറഞ്ഞത് എന്താണ്? ഫദ്കുറുസ്മല്ലാഹി അലൈഹ സവാഫ. അതിനെ അണിനിരത്തി നേരെ നിർത്തിയിട്ട് ഒരു കാല് കെട്ടിയിട്ട് ബാക്കി 3 കാലിന്മേൽ നിർത്തിയിട്ടാണ് ഒട്ടകത്തെ അറുക്കുക. അതിനാണ് സവാഫ് എന്ന് പറഞ്ഞത്. ആ നിലക്ക് നിങ്ങളതിനെ നിർത്തിയിട്ട് നിങ്ങളതിനെ അറുക്കുകയും എന്നിട്ട് ഫൈദാ വജബത്ത് ജുനൂബുഹ, അതിൻ്റെ പാർശ്വം നിലത്തേക്ക് വീഴുകയും ചെയ്താൽ പിന്നെ അറുത്ത ഒട്ടകം അത് ശ്വാസം കിട്ടാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിലത്ത് വീഴും. അങ്ങനെ വീഴുമ്പോൾ എന്നാ ഫൈദാ വജബത്ത് ജുനൂബുഹ വകുലൂ മിൻഹ, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തിന്നാം. അപ്പോൾ അവിടെയും ഒട്ടകത്തെ ബലി നൽകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ മുസ്തഫ പറഞ്ഞ മാതിരി ബലി നൽകാൻ ഒട്ടകത്തെ അല്ലെങ്കിൽ ആടിനെ അല്ലെങ്കിൽ പോത്തിനെ വാങ്ങാനുള്ള പൈസ കുടുംബത്തിലോ സമൂഹത്തിലോ അല്ലെങ്കിൽ അയൽപക്കത്തൊക്കെ ഉള്ള പാവങ്ങൾക്ക് നൽകുന്നതിനെ പറ്റിയല്ല. അത് വേറെ സംഗതി. അതിന് സദക്ക എന്നാണ് പറയാം. സദക്കയും ഉദഹിയത്തും രണ്ട് സംഗതിയാണ് പേരിൽ. രണ്ടും സദക്ക തന്നെയാണ്. പക്ഷെ അത് സാങ്കേതികമായിട്ട് 2 പ്രയോഗമാണ് അതിന് ഖുർആനിലും ഹദീസിലും ഒക്കെ കാണാൻ കഴിയാം. അപ്പോൾ ഇതിനാണ് ഉദഹിയത്ത് അറിയാം. അല്ല സദക്കക്ക് ആരും ഉദഹിയത്ത് അറിയാറില്ല. മുസ്തഫ അങ്ങനെ ഒരു ടേം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് ബാധകമല്ല. മുസ്തഫയുടെ മതത്തിൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഉദഹിയത്ത് എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്, സദക്ക എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ്. ഈ സദക്കയും ഉദഹിയത്തും രണ്ടും അള്ളാഹു തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സദക്ക എന്ന് പറയുന്നത് ഏത് സമയത്തും ചെയ്യാവുന്നൊരു സംഗതിയാണ്. ഉദഹിയത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് നിർവഹിക്കേണ്ട ഒരു പ്രത്യേക കർമ്മമാണ്. അത് ഹജ്ജുമായിട്ട് ഹജ്ജിൻ്റെ കാലത്ത് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ യൗമുൻ നഹർ, അതായത് ഹാജിമാർ അറഫയിൽ നിന്ന് വന്ന് മുസ്ദലിഫയും കഴിഞ്ഞ് അവിടുന്ന് മിനയിലേക്ക് വരുന്ന ആ ഒരു ദിവസത്തിനാണ് യൗമുൻ നഹർ അറിയുക. അന്നാണ് അവർ ബലി നൽകുന്നത്. ഉംറയിൽ നിന്ന് ഹജ്ജിൽ നിന്ന് തഹല്ലുലാവാൻ വേണ്ടി ഒഴിവാവാൻ വേണ്ടി അവർ നൽകുന്ന ബലി. ആ ബലിക്കാണ് ഇവിടെ നഹർ എന്ന് പറയുന്നത്, ഹദിയ് എന്ന് പറയുന്നത്. അത് ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചാവുമ്പോൾ അതിന് ഉദഹിയത്ത് എന്ന് പറയും. ഹാജിമാർ നടത്തുമ്പോൾ അതിന് നഹർ ഹദിയ് എന്നിങ്ങനെ പറയുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ ഉദഹിയത്തായാലും നഹറായിരുന്നാലും അത് യൗമുൻ നഹർ മുതൽക്ക് അയ്യാമുൽ തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിൽ, അതായത് ദുൽഹിജ്ജ 10, 11, 12, 13 ഈ 4 ദിവസങ്ങളിലായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്, ഒരു കർമ്മമാണ്. അത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനെയൊക്കെ തകിടം മറിച്ച് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് താൻ ഖുർആനിൽ നിന്ന് എന്തോ പുതിയത് കണ്ടുപിടിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള, ആളുകളെ കയ്യടി വാങ്ങാനും ആൾ ചമയാനുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് മുസ്തഫ ഇതൊക്കെ രംഗത്ത് കൊണ്ടുവരുന്നത്. അല്ലാതെ മുസ്തഫക്ക് ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുർആനെ മുസ്തഫ അംഗീകരിക്കുന്നില്ല. ഖുർആനെ തള്ളിപ്പറയുകയും ഖുർആനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അതിൻ്റെ വാക്കുകൾക്ക് പദങ്ങൾക്ക് പോലും തെറ്റായിട്ട് അർത്ഥകൽപ്പന നൽകുകയുമാണ് മുസ്തഫ ചെയ്യണത് എന്നുള്ളതാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് മുസ്തഫൻ്റെ കൂടെ പോവാം, അത് വേറെ സംഗതി. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? അകമ്പൊരുളിൽ ഉദഹിയത്തുണ്ട് പോലും. ആ ഉദഹിയത്ത് പറഞ്ഞാൽ എന്താണ്? ഈ അകമ്പൊരുളിനെ സ്വീകരിക്കുന്നവർക്കോ ഇനി പുറത്തുള്ളവർക്ക് കൊടുക്കണ്ടോയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് 5000 ഉറുപ്യ കൊടുക്കണം എന്നാണ്. 5000 ഉറുപ്യ ഉള്ളവർ കൊടുത്താൽ മതി, അതിൽ കുറഞ്ഞ ആളുകൾ കൊടുക്കണ്ട.
ഒരു പോത്തിനറുക്കാനുള്ളത് ത്യാഗമല്ല എന്നാണ് മുസ്തഫ കൂട്ടത്ത് പറഞ്ഞത്. അപ്പോൾ പോത്തിന് ഒരു 10,000-40,000 ഉറുപ്പ്യാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച്. അത് ത്യാഗമല്ല, എന്നാൽ 5,000 ഉറുപ്പ്യ കൊടുക്കാനുള്ളത് ത്യാഗമാണ് താനും. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്തിനാണെന്നുള്ളതാണ് മുസ്തഫയോട് നമുക്ക് പിന്നെ ചോദിക്കാനുള്ളത്. 5,000 ഉറുപ്പ്യ കൊടുക്കുന്നത് ത്യാഗമാണ്, ഒരു പോത്തിനറുക്കാനുള്ളത് അത്ര വലിയ ത്യാഗമൊന്നുമല്ല. ഇവിടെ പോത്തിനറുക്കുന്ന ആളാണോ കൂടുതൽ കാശ് ചിലവാക്കേണ്ടത്, അതോ മുസ്തഫൻ്റെ ഫണ്ടിലേക്ക് 5,000 ഉറുപ്പ്യ കൊടുക്കുന്ന ആളാണോ? മുസ്തഫൻ്റെ അതിലേക്ക് 5,000 ഉറുപ്പ്യ കൊടുത്താൽ അത് ത്യാഗമാണ്. അതിന് ത്യാഗം തന്നെയാണ് മുമ്പ് പേരിട്ടുള്ളത്. ത്യാഗം അനുഭവിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നാ, അല്ലാതെ പിന്നെ മൃഗത്തെ അറുത്തുകൊണ്ടല്ല. ഇവിടെ മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മനുഷ്യരുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടി സദക്ക ചെയ്യാനുള്ളത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നുള്ള ഒരു വ്യത്യാസം ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ആർക്കും സദക്ക നൽകാം. ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് സദക്ക എന്ന് അതിനെ പറയാമെങ്കിലും അത് മറ്റൊരു സംഗതിയാണ്. ഒരു നിശ്ചിത സമയത്ത് ചെയ്യേണ്ട, നിശ്ചിത രൂപത്തിൽ ചെയ്യേണ്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് അത് സാധാരണ സദക്കയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അവിടെയും യഥാർത്ഥത്തിൽ പാവങ്ങൾ എന്നോ അല്ലെങ്കിൽ പാവങ്ങളല്ലാത്ത സമ്പന്നർ എന്നുള്ള വ്യത്യാസമില്ലാതെ ഇതിൻ്റെ മാംസം എല്ലാവർക്കും നൽകാമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ എന്ന് ഖുർആൻ സൂറത്ത് ഹജ്ജിൽ വീണ്ടും അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഒട്ടകത്തിൻ്റെയും അല്ലെങ്കിൽ ബലിമേന മൃഗങ്ങളുടെ മാംസം തിന്നാനുള്ളതാണ് ഖുർആൻ അവിടെയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാംസം തിന്നണമെങ്കിൽ അതിനെ അറുക്കണം. ആ അറുക്കുന്നത് അള്ളാഹുവിനുള്ള ബലി എന്നുള്ള ആകുമ്പോഴാണ് അതിന് ഉദ്ഹിയ്യത്ത് അല്ലെങ്കിൽ ഹദിയ നഹർ എന്നൊക്കെ സാങ്കേതികമായിട്ട് പറയാം. അല്ലാത്തപ്പോൾ മാംസത്തിന് വേണ്ടി അറുക്കുന്നു എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റും. ഇവിടെ ഹിംസയെ സംബന്ധിച്ച് വാദവരാതെ പ്രസംഗിക്കുന്ന മുസ്തഫ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, മുസ്തഫക്ക് ആടും പോത്തും ഇതൊക്കെ പോട്ടെ, കോയിറച്ചി തിന്നോ, കോയിനെ കൊല്ലുക എന്നുള്ളത് ഹിംസയല്ലേ, മീനിനെ കൊല്ലാനുള്ളത് ഹിംസയല്ലേ? അപ്പം ഇങ്ങനെ വലിയ വായിൽ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. വസ്തുതകളായിട്ട് അംഗീകരിച്ചിട്ട് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരുത്തൻ ഇതിനൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവൻ ഖുർആൻ അംഗീകരിക്കുന്നില്ല, ഖുർആനെ തള്ളിപ്പറയുന്നു എന്ന് മാത്രമേ ഒരു സാമാന്യ മനുഷ്യൻ, അത് മുസ്ലിമാണെന്നൊന്നുമില്ല, സാമാന്യ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിശേഷിച്ചും മുസ്തഫ ഖുർആനെ തള്ളിപ്പറയാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ബാക്കിയുള്ളതൊക്കെ മുസ്തഫയുടെ അഭിനയങ്ങളാണ് എന്നതാണ് വസ്തുത.